ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഗ്ലോറി ടു ഗ്ലോഡ്, ഗ്ലോറി ടു ഗ്ലോഡ്. യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ധ്യയുടെ യാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ദൈവപാദപീഠത്തിൽ കടന്നിരുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം ധാരാളമായി റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്രകാരം അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കർത്തൃപാദപീഠത്തിലായിരിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തിക്കായി ഇടങ്ങളെ ഏൽപ്പിക്കുന്നപ്പ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിന്മേൽ അവിടുത്തെ കൃപ വ്യാപരിക്കണം. കർത്തൃദാസിയെ ധാരാളമായി അനുഗ്രഹിക്കണം കർത്താവേ. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ കൃപചിമാറാകണം. ഇന്നത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കൃപചിമാറാകണം. വചനത്തിൻ്റെ വാതിലുകളെ അങ്ങ് തുറക്കുമാറാകണം. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് അത് വിടുതലായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ കൃപചിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അല്ലേലോ അനേകരെ കേൾക്കുവാനുള്ള കൃപ നൽകുമാറാകണം. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇവ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. ശുഭന നാമത്തിൽ ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തിക്കായി ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തൃദാസിയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ എല്ലാം ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി അവരെ ഒരുക്കുമാറാകണം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തൃദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പേജിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ അനേകർക്ക് വിടുതലിന് കാരണമായി തീരുവാൻ, അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സംഭവബഹുലമാകുന്ന ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച കർത്താവിന് ഹല്ലേലൂയ നന്ദി കരേറ്റാം. ഹല്ലേലൂയ. നമുക്ക് എന്താണ് ദൈവത്തിന് കൊടുക്കുവാനുള്ളത്? ഹല്ലേലൂയ. നന്ദി അല്ലാതെ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ വൈകിയ സമയത്ത് നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ ഹല്ലേലൂയ നമ്മോട് കൂടെയിരിക്കുന്നു. എപ്പോഴും പറയുന്നത് 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ 365 ദിവസത്തിലും നമ്മോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ അരുമനാഥൻ്റെ ശബ്ദത്തെ കേട്ടുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്തെല്ലാം ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ, ഞാൻ നിന്നോട് കൂടെയുണ്ടേ എന്നരുളി ചെയ്ത കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു എത്ര ഹല്ലേലൂയ പദ്ധതികളും പ്ലാനുകളും ഒരുക്കിക്കൊണ്ടുവന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് അരുമനാഥനായ കർത്താവാണ് പറഞ്ഞതെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ശത്രുക്കൾ കാണുക മേശയൊരുക്കുന്ന ദൈവം, ശത്രുക്കളുടെ മധ്യേ വിരുന്നൊരുക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേ. നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ, നാം ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമുക്കായി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. ശത്രുക്കളുടെ മധ്യത്തിൽ വിരുന്നൊരുക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ശത്രു എത്ര തന്നെ ഹല്ലേലൂയ പദ്ധതികളും പ്ലാനുകളും ഒരുക്കിയാൽ ആ പദ്ധതികളിൽ നിന്നും പ്ലാനുകളിൽ നിന്നും വിടുവിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിൽ മേശ ഒരുക്കുമെന്ന് പറയുമ്പോൾ, ശത്രുക്കളുടെ മധ്യത്തിൽ വിരുന്നൊരുക്കുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എവിടെ ശത്രു തകർക്കുവാൻ ശ്രമിക്കുന്നുവോ ഹല്ലേലൂയ ആ ശത്രുവിനെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ഹല്ലേലൂക്കളുടെ മധ്യത്തിൽ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എവിടെയാണ് ശത്രു വിധിയെഴുതിയത്
ഇനി മുന്നേറുകയില്ല, ഇനി മുന്നോട്ട് പോകുകയില്ല. ഹല്ലേലൂയ. വഴികൾ എവിടെയാണ് അടച്ചത് അവിടെ തന്നെ വഴികളെ തുറന്നുകൊണ്ട് സ്തോത്രം. എവിടെയാണ് ശത്രു വഴി അടച്ചത് അവിടെ തന്നെ വഴികളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ആ വഴിയിലൂടെ നടത്തി ഹല്ലേലൂയ ഞാൻ ദൈവമെന്ന് കാണിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമാണ് സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണ് തകർക്കുവാൻ ശ്രമിക്കുന്നത് അവിടെ തന്നെ വിരുന്നൊരുക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് വേണ്ടി വലുതും വിശാലവുമായ വാതിലുകളെ തുറന്ന് മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഒരു വചനം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശ പ്രവാചകന്റെ അടുക്കൽ കടന്നു നിന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. കടക്കാരൻ ഹല്ലേലൂയ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോയി അടിമയാക്കുവാൻ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. കടഭാര നിമിത്തം ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാര നിമിത്തം തൻ്റെ ഭർത്താവ് ജീവനോടെ ഇരുന്നപ്പോൾ വാങ്ങിയ ആ കട നിമിത്തം ഭാരം അനുഭവിക്കുന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. കടക്കാർ ഹല്ലേലൂയ അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കടം വീട്ടുന്നിടം വരെ കടക്കാർ അവരെ ശല്യം ചെയ്യുകയാണ്. കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ മക്കളെ അടിമകളാക്കുവാനായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടിമകളാക്കുക. ഹല്ലേലൂയ. കടം ഒരു ഹല്ലേലൂയ കെണി തന്നെയാണ്. ഹല്ലേലൂയ. കടം ഒരു കെണിയാണ്. എവിടെ ഹല്ലേലൂയ ഏത് വിഷയത്തിൽ, ആത്മീയ വിഷയത്തിൽ കടമാകട്ടെ, ഭൗതിക വിഷയത്തിൽ കടമാകട്ടെ, ഏത് വിഷയത്തിൽ കടമാണോ അതിന് നാം അടിമകളായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടിമകളായിരിക്കുകയാണ് കടമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നാം പ്രാപിക്കുന്നവരായി തീരണം. അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ നാം ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ശത്രു വെച്ചിരിക്കുന്ന അടിമത്തത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണമോ ഹല്ലേലൂയ നാം ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ആ വിടുതലിനെ പ്രാപിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിമത്തത്തിലായിരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ എപ്രകാരമാണ് ഹല്ലേലൂയ ദൈവം വിടുവിച്ചത്. അടിമത്തത്തിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ മിസ്രയീം ദേശത്തിൽ 400 വർഷം ആയിരുന്നപ്പോൾ അവർ അവിടെ ഹല്ലേലൂയ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വന്നു, കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അടിമത്തത്തിലായിരുന്ന ആ സമയത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഒക്കെയും ഹല്ലേലൂയ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുവാൻ സമ്മതിക്കത്തില്ല. ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരെ കൊന്നുകളയണമെന്ന് നിയമം പുറപ്പെടുവിച്ചതായ ഒരു സമയം. സ്തോത്രം. അടിമത്തത്തിലിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളയണം. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മോശ ജനിച്ചത്. സ്തോത്രം. മോശ ജനിച്ചപ്പോൾ ശിശു ദിവ്യ സുന്ദരനെന്ന് കണ്ടപ്പോൾ, അതിസുന്ദരെന്ന് കണ്ടപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലുവാനോ ആ കുഞ്ഞിനെ നദിയിൽ എറിഞ്ഞു കളയുവാനോ മനസ്സില്ലാതെ 3 മാസം ഒളിപ്പിച്ച് മോശയെ വളർത്തുവാനിടയായി. 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ കുഞ്ഞിനെ വളർത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാകിയാൽ ഹല്ലേലൂയ ഞാൻ അങ്ങനെ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി ഹല്ലേലൂയ അതിൽ കീലും പശുവൊക്കെ തേച്ച് ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറാതെ വണ്ണം ഹല്ലേലൂയ മോശയെ ആ പെട്ടകത്തിലാക്കിയിട്ട് ഹല്ലേലൂയ ആ നദിയിലേക്ക് വെക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്രകാരം ആ നദിയിലേക്ക് വെച്ചപ്പോൾ ഹല്ലേലൂയ ആ സമയത്താണ് ഫറവോന്റെ മകൾ ഹല്ലേലൂയ ആ നദിയിലേക്ക് കുളിക്കുവാൻ കടന്നു വരുന്നത്. ആ പെട്ടകം ഹല്ലേലൂയ ഫറവോന്റെ മകളുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ സുന്ദരനാണ്. ഫറവോന്റെ മകൾക്ക് അതിനെ ഹല്ലേലൂയ കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ രാജകീയമാകുന്ന സുഖ സൗകര്യങ്ങളോടെ വളർത്തുവാൻ മോശയെ ഇടയാക്കി. നോക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമം എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നദിയിലെറിയണം, കൊന്നുകളയണം എന്നൊക്കെ നിയമം
നിയമം എഴുതിയിരിക്കുമ്പോൾ വിരോധമായി ഇരിക്കുന്ന നിയമത്തിൻ്റെ മധ്യത്തിൽ എഴുതിയവരുടെ കൊട്ടാരത്തിൽ വളർത്തത്തക്ക നിലയിൽ മോശയെ ദൈവം ഒരുക്കിയെങ്കിൽ ഹല്ലേലൂയ, വിരോധവും പ്രതികൂലമായ കൈയെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിക്കയില്ലേ, എൻ്റെ ഈ ഭാരം, എൻ്റെ ഈ ഹല്ലേലൂയ പ്രതികൂലം, എൻ്റെ ഈ സാഹചര്യം എങ്ങനെയൊന്ന് മാറുമെന്ന്. അടിമത്തത്തിൻ്റെ അവസ്ഥകൾ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുവെങ്കിൽ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നാം ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 400 സംവത്സരം അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. അവർ കരയുവാൻ ഇടയായി തീർന്നു. അവർ നിലവിളിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ കരച്ചില്, അവരുടെ നിലവിളി, അവരുടെ കഷ്ടതയെ ദൈവം കാണുവാനിടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടിമത്തത്തിൻ്റെ അവസ്ഥയിലായിരുന്ന ആ ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിയെ ദൈവം കാണുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഊഴവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയെ ദൈവം കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സങ്കടങ്ങളെ കാണുന്ന ദൈവം, ഹല്ലേലൂയ, നിലവിളിയെ കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. സങ്കടങ്ങൾ അറിഞ്ഞു. ഹല്ലേലൂയ. എന്തൊക്കെയാണ്? 3 വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് മുന്നേറുവാൻ കഴിയാതെ വണ്ണം അടിമത്തത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നുവോ, നിങ്ങൾ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ കഷ്ടതയെ കാണുന്ന ദൈവമാണ്. സ്തോത്രം. എവിടെയാണ് ഭാരം അനുഭവിക്കുന്നത്? ശത്രു ക്ലേശിപ്പിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ശത്രു എവിടെയാണ് നമ്മെ ഉപദ്രവിക്കുന്നത്? ശത്രു എവിടെയാണ് നമ്മെ തകർക്കുവാൻ പദ്ധതികൾ ഒരുക്കുന്നത്? അവിടെ നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ നിലവിളിയെ കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. നാം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം സംഭവിച്ചു എന്ന് പറഞ്ഞ് പിറുപിറുക്കുവാൻ ഇടയാകാതെ നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. നിലവിളിയെ കേട്ടു. ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ കേട്ടപ്പോൾ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനായി ഒരു മോശയെ ഹല്ലേലൂയ അവിടെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. മോശയെ പറ്റി പറഞ്ഞാൽ ഹല്ലേലൂയ മോശയ്ക്ക് ജനിക്കുവാനോ വളരുവാനോ സാഹചര്യമില്ലാത്ത ഒരനുഭവത്തിലായിരുന്നപ്പോൾ അതേ ഹല്ലേലൂയ നിയമത്തെ തിരുത്തി എഴുതിക്കൊണ്ട് രാജകൊട്ടാരത്തിൽ ഹല്ലേലൂയ വളർത്തപ്പെടുവാനിടയായി തീർന്നു. ആ മോശ ഹല്ലേലൂയ ഇപ്രകാരം പറയാം, ഹല്ലേലൂയ മോശയിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് കാരണമായി തീർന്നു. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ എൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞു. വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടത ഞാൻ കണ്ടു. സ്തോത്രം. സങ്കടങ്ങളെ അറിയുന്ന ദൈവം, നിലവിളിയെ കേൾക്കുന്ന ദൈവം, ഹല്ലേലൂയ വിചാരകന്മാർ നിമിത്തമുള്ള സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഏത് വിഷയത്തിലെങ്കിലും പ്രിയമുള്ളവരെ നാം ഭാരം അനുഭവിക്കുന്നു, ആ വിഷയത്തിന്മേൽ ഒരു ദൈവിക മറുപടി നൽകുവാൻ, അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നൽകുവാൻ ദൈവം സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ അടിമത്തത്തിൻ്റെ അവസ്ഥകൾ ഏതെല്ലാം മേഖലകൾ നാം അനുഭവിക്കുന്നു ആ മേഖലകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരി ഹല്ലേലൂയ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഹല്ലേലൂയ എലീശ പ്രവാചകന്റെ അടുത്ത് കടന്നു വന്ന് നിലവിളിക്കുകയാണ്, ഹല്ലേലൂയ ഞാൻ കടക്കാരനാണ്. സ്തോത്രം. ഹല്ലേലൂയ ഞാൻ കടക്കാരനാണ്. ഹല്ലേലൂയ ഞാൻ കടക്കാരനായതിനാൽ എൻ്റെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു, അടിമകളാക്കി. ഹല്ലേലൂയ കടത്തിന് പകരം ഹല്ലേലൂയ അടിമകളാക്കി കൊണ്ടുപോയി കടം തീട്ടുവാൻ ആ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ആ പ്രവാചകൻ അതിനുള്ള ഉപായങ്ങളെ, ആ കടത്തിൽ നിന്ന് എങ്ങനെ മുക്തി പ്രാപിക്കാം എന്നതിനെ പറ്റി പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മെ അടിമകളാക്കി വെക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് നാം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുന്ന 4 മേഖലകളുണ്ട്. ശരീരത്തിന്മേൽ ശത്രു പലവിധമാകുന്ന രോഗങ്ങളിട്ട് ശത്രു നമ്മെ അടിമകളാക്കി വെക്കുമ്പോൾ ഹല്ലേലൂയ ശാരീരികമായി ഒന്ന് മാറി രോഗങ്ങൾ, ഹല്ലേലൂയ ഒന്ന് മാറി ക്ലേശങ്ങൾ ശരീരത്തിന്മേൽ
കടന്നു വരുന്നുവെങ്കിൽ ആ മേഖലകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും ഹല്ലേലൂയ തിന്നു കളഞ്ഞ ആ സംവത്സരങ്ങളെ പകരം നൽകാമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ യോബേൽ നബിയിലൂടെ പ്രവചിക്കുമ്പോൾ നാം നമ്മുടെ ശാരീരിക തലത്തിൽ ഒരു വിടുതലിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും തുള്ളനോ വെട്ടുക്കിളിയോ പച്ചപ്പുഴുവോ വീട്ടിലോ തിന്ന് ഹല്ലേലൂയ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കി കളയുവാൻ ഇടയാകാതാണ് ശാരീരികമായ വിടുതലിനെ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എന്തെല്ലാം രോഗമിട്ട് ഒന്ന് മാറി രോഗമിട്ട് ഓരോ ദിവസവും നമ്മെ ഭാരപ്പെടുത്തുന്ന ശാരീരിക മേഖലകളിൽ നിന്ന് രോഗമെന്ന ആ അടിമത്തത്തിൻ്റെ മുഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. 2, മാനസിക തലത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും നൽകാതെ വണ്ണം ശത്രു മാനസിക പിരിമുറുക്കങ്ങളിട്ട് ഹല്ലേലൂയ മാനസിക വേദനകളിട്ട് മാനസിക ക്ലേശങ്ങളിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ജയമെടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും തകർക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം ജയമെടുക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന്മേൽ, നമ്മുടെ പ്രാണന്മേൽ, നമ്മുടെ ആത്മാവിന്മേലുള്ള സകല കന്മഷത്തേക്ക് നീക്കി നാം ഒരു ശുദ്ധീകരണത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രാണനിലും ആത്മാവിലും ശരീരത്തിലും ബാധിക്കുന്ന സകല ബാധകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമോ? ഹല്ലേലൂയ. സകല അടിമത്തത്തിൻ്റെ ദുഃഖങ്ങളെ പൊട്ടിച്ചെറിയണമോ? ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നാം നിലവിളിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ നിലവിളിയെ കേട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യ പ്രവർത്തികൾക്ക് അപ്പുറമായി, മനുഷ്യ ബുദ്ധിക്ക് അധീനമായി, മാനുഷിക ശക്തിക്ക് അധീനമായുള്ള ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ആത്മീയമായി നമുക്ക് മുന്നേറുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, എനിക്ക് ആത്മാവിലൊന്ന് നിറയണം, ആത്മാവിലൊന്ന് ആരാധിക്കണം, ആത്മാവിലൊന്ന് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഹല്ലേലൂയ പിന്നോട്ട് വലിക്കുന്നതായ ചില ഹല്ലേലൂയ ശക്തികളെ തിരിച്ചറിയുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അതിനെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ നടുവിൽ ഒരു കയറിട്ട് കെട്ടി പുറകോട്ട് വലിക്കുന്ന പോലെ ആ ഹല്ലേലൂയ അനുഭവപ്പെടുന്നുവെങ്കിൽ അതിനെ മുറിച്ചുകൊണ്ട് അതിന്മേൽ ജയമെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറുന്നവരായി തീരണം. ആത്മാവിൽ ഹല്ലേലൂയ ക്രിസ്തു എന്ന തലയോളം നാം വളർച്ച പ്രാപിക്കുന്നവരായി തീരണം. ശത്രുവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയെ ഹല്ലേലൂയ ഇല്ലാതാക്കുക, വളർച്ചയെ മുരടിപ്പിക്കുക, ഹല്ലേലൂയ ഒരിക്കലും വളരരുത് എന്നതാണ് ശത്രുവിൻ്റെ ഉദ്ദേശം. എന്നാൽ ഹല്ലേലൂയ ശത്രുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് നാം നീങ്ങുവാൻ ഇടയാകാതെ ശത്രുമേൽ ജയമെടുത്ത് ആത്മീയ തലത്തിൽ ഈ ദിവസങ്ങൾ വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് എപ്രകാരം ഹല്ലേലൂയ നാം മുന്നേറുന്നുവോ അതിനായി നമ്മെ ഒന്ന് ഏൽപ്പിക്കണം. ഹല്ലേലൂയ നമ്മുടെ ആഗ്രഹിക്കുന്ന അളവിൽ ആത്മീയ തലത്തിൽ മുന്നേറേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ ഭൗതിക തലത്തിലും ഹല്ലേലൂയ അതുപോലെ തന്നെ ഹല്ലേലൂയ വിടുതലുകളെ നാം പ്രാപിക്കണം. ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ ഈ എല്ലാ മേഖലകളിൽ അടിമകളാക്കി ദൈവജനത്തിൻ്റെ നന്മകളെ അപഹരിച്ച് വാഴുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ആ വാഴ്ചകളെ അധികാരങ്ങളെ കാൽവറി ക്രൂശിൽ ദൈവം ആയുധ വർഗത്തെ ഹല്ലേലൂയ യേശു കർത്താവ് താഴെ ഇറക്കിക്കൊണ്ട് ശത്രുവിന്മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവാകിയാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സകല ശാചിക ശക്തികളെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ നാം വിടുതൽ പ്രാപിക്കുന്നവരായി തീരണം. സ്തോത്ര. സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, ആ അധ്വാനത്തിൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകുന്നത്. ഹല്ലേലൂയ ആ സമ്പത്തിനെ തകർത്ത് കളയുവാൻ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ശത്രു അതിന്മേൽ പ്രവർത്തിച്ച് ഹല്ലേലൂയ ഓട്ടസഞ്ചിയിൽ ഹല്ലേലൂയ ഇട്ടതുപോലെ ഒന്നായി ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 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 നമ്മെ എന്നും കടക്കാരാക്കി തീർക്കുവാൻ, എന്നും ഇല്ലായ്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നാം ആ മേഖലകളിലും ജയമെടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ 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 എപ്പോഴും ഇല്ലായ്മകൾ പറയുവാൻ നാം അനുവദിക്കാതെ വണ്ണം എവിടെയാണ് നമ്മുടെ സമ്പത്തിനെ അപഹരിക്കുന്നത് അതിനെ നാം കണ്ടുപിടിച്ച് ആ പഴുതുകളെ അടച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ദൈവം നമ്മെ
ഓരോരുത്തരെയും ശക്തരാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അടിമത്തത്തിന്റെ ദുഃഖങ്ങളെ ഹല്ലേലൂയ നാം പൊട്ടിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അടിമകളാക്കുവാൻ ശത്രു തീരുമാനിക്കുമ്പോൾ, അടിമകളാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, സകല അടിമത്തങ്ങളിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടതിന് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിലോട്ട് നാം അടുത്തു വരുന്നവരായി തീരണം. ഹല്ലേലൂയ. നിലവിളിയെ കേൾക്കുന്ന ദൈവം, സങ്കടങ്ങളെ അറിയുന്ന ദൈവം, കഷ്ടത കാണുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. ഒരു ദൈവപ്രവൃത്തി ആവശ്യമാണോ? നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുകയുള്ളൂ. ആത്മീയ നന്മകൾ, ശാരീരിക നന്മകൾ, മാനസിക നന്മകൾ, ഭൗതിക നന്മകളാൽ നാം നിറയപ്പെടുകയുള്ളൂ. അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം, സ്വസ്ഥതയൊക്കെയും ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെയൊക്കെയും തകർത്ത് കളയുവാൻ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ശത്രു ശ്രമങ്ങൾ നടത്തുമ്പോൾ നാം ഈ ദിവസങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാനൊരു ദൈവ പൈതലാക്കിയാൽ എന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന സകലത്തെയും എനിക്ക് ജയിക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ. ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. 2-ാം വാക്യത്തിൽ എലീശാവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരേണം? പറക, നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകന്റെ അടുക്കൽ ഹല്ലേലൂയ നിലവിളിച്ചു കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ നിരാശയോടെ മടക്കി അയക്കുന്നവനല്ല. സ്തോത്രം. പറയുകയാണ്, ഞാൻ നിനക്കായി എന്താണ് ചെയ്യേണ്ടത്? നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം തീർന്ന അവസ്ഥയിലായിട്ടും ആ എണ്ണ തീരാതെ വണ്ണം ഹല്ലേലൂയ ആ ഭവനത്തിൽ ഒരു ഭരണി എണ്ണ അവിടെ വെച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്ത് ചെയ്ത് തരയണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുണ്ട്. സ്തോത്രം. ആ എണ്ണയുണ്ടോ? ഹല്ലേലൂയ. കുറവുകളെ പരിഹരിക്കുവാൻ, ഹല്ലേലൂയ പ്രശ്ന പരിഹാരത്തിന് ഒരു ഭരണി എണ്ണ ഹല്ലേലൂയ അത് ധാരാളമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭരണി എണ്ണ ധാരാളമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നവുമായി ദൈവപാദപീഠത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ആ പ്രശ്നത്തിന് പരിഹാരത്തിനായി എന്തുണ്ട്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? എന്തുണ്ട് നിന്റെ പക്കലെന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് നമ്മുടെ പക്കൽ എന്തെങ്കിലും കാണണം. ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്താണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്? നമ്മോട് ഇതേ ചോദ്യം, നിന്റെ പക്കൽ എന്തുണ്ട്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരയണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വന്നുവോ? കഴിഞ്ഞ കാലങ്ങളിൽ വചനധ്യാനത്തിൽ കുറവ് വന്നുവോ? കഴിഞ്ഞ കാലങ്ങളിൽ ആരാധനയിൽ കുറവ് വന്നുവോ? ഒന്ന് സമ്മതിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ആ കുറവുകളെ പരിഹരിപ്പാൻ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അടിമകളാക്കി വെക്കുന്ന 4 മേഖലകളിൽ നിന്ന് നാം ജയം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നടത്തുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ആത്മീയ മേഖലകളിൽ നാം ആകേണ്ട വണ്ണം ആയേ മതിയാവൂ. സ്തോത്രം. ഹല്ലേലൂയ. ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ പീഡകൾ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച് ശരീരത്തിന്മേൽ ഹല്ലേലൂയ സൗഖ്യത്താൽ നിറയ്ക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരം ദൈവം വസിക്കേണ്ട ശരീരമാണ്. അത് രോഗം വസിക്കേണ്ട, രോഗാത്മാവ് വസിക്കേണ്ട ശരീരമല്ല പ്രിയമുള്ളവരെ. ദൈവം വസിക്കേണ്ട ശരീരമാണ്. ആ ശരീരത്തിൽ ഹല്ലേലൂയ രോഗമിട്ട് ശത്രു നമ്മളെ അടിമകളാക്കി വെക്കുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അതിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കേണ്ടതിന്. സ്തോത്ര. ഭൗതിക വിഷയത്തിൽ, ആത്മീയ വിഷയത്തിൽ ഇതേ അനുഭവം തന്നെയാണ്. എവിടെ ഹല്ലേലൂയ ഇല്ലായ്മകൾ, ബുദ്ധിമുട്ടുകൾ, നിരാശകൾ, വേദനകൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുന്നോ അവിടെ വിടുതൽ പ്രാപിച്ചേ മതിയാവ്. 400 വർഷത്തെ അടിമത്തത്തിലിരുന്ന ഇസ്രായേൽ ജനത്തിന് നിലവിളി കേട്ടപ്പോൾ മോശ ജനിക്കരുതെന്ന് വാദിച്ചു ശത്രു. മോശയെ തകർക്കുവാനായി ഹല്ലേലൂയ പദ്ധതികൾ ഒരുക്കി. എന്നാൽ അതിന്റെ മധ്യത്തിൽ എവിടെ വാദിച്ചുവോ അവിടെ വളർന്നുകൊണ്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ വിടുതലിന് ഒരു കാരണമാക്കി തീർത്തതുപോലെ എവിടെയാണ് പ്രതികൂലം വരുന്നത്, എവിടെയാണ് പ്രശ്നം വരുന്നത്, എവിടെയാണ് കഷ്ടം, എവിടെയാണ് നഷ്ടം, അവിടെ നികത്തിക്കൊണ്ട് ഹല്ലേലൂയ മുന്നേറുവാനുള്ള ഒരു ദൈവകൃപയെ നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം അതിൽ നിന്ന് ഒഴിവ് പറഞ്ഞ് മാറിപ്പോകുവാൻ ഇടയാകാതാണ് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധാനത്തിലാകേണ്ട വണ്ണമായേ മതിയാകും.
സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ നാം ആകേണ്ടവണ്ണമാകുമ്പോൾ, അടിമത്തത്തിൻ്റെ നുകങ്ങളെ നാം പൊട്ടിച്ചെറിയുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരേണം. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ 38 സംവത്സരമായിട്ട് രോഗിയായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ വ്യക്തി ഹല്ലേലൂയ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാനിവിടെ കിടക്കേണ്ടതല്ല, ഞാനിവിടുന്ന് ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചു പോയേനുമെന്ന ചിന്തയോടെ ആയിരിക്കുമ്പോൾ യേശു കർത്താവ് ആ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് 38 വർഷമായി കിടക്കുന്ന വ്യക്തിയെ നന്നായി അറിഞ്ഞുകൊണ്ട് യേശു കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി കടന്നു വന്ന് ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ സങ്കടം പറയുകയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇതല്ലേ? എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നെ ഹല്ലേലൂയ, ഞാൻ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ പ്രതികൂലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ നിരാശയിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്ന ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നിങ്ങളെ സഹായിപ്പാനായിട്ട് ഈ വൈകിയ സമയം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. വിശ്വസിക്കുവാൻ തയ്യാറാകുക. എന്ത് പ്രശ്നം തന്നെയായിരുന്നാൽ സഹായിപ്പാനായിട്ട് ഹല്ലേലൂയ സഹായകനായി കൂടെയിരിക്കുന്ന കർത്താവാണ്. ആ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയിരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ, ആ കരത്തെ നാം പിടിക്കുവാൻ തയ്യാറാകണം. നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ സഹായിക്കുന്ന കർത്താവിൽ നാം ആശ്രയിക്കുന്നവരായിത്തീരണം. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സഹായമറ്റവരായി, ആശ്രയമറ്റവരായി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഈ വൈകിയ സമയത്ത് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്തിനു നീ ഭയപ്പെടുന്നു? അല്ല, എന്തിനു നീ പേടിക്കുന്നു? എന്തിനു നീ ചിന്തിക്കുന്നു? ഹല്ലേലൂയ, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരത്തെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് പകൽക്കാലം ഒന്ന് ഇറക്കി വെക്കുക. അപ്പാ, എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് എത്ര പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ വിഷയങ്ങൾക്കൊരു വിടുതൽ ഈ പകൽക്കാലം ലഭിക്കുക തന്നെ ചെയ്യും. സ്തോത്ര. ശരീരത്തിന്മേലുള്ള എല്ലാ ഹല്ലേലൂയ ക്ലേശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. മനസ്സിൽ ദൈവിക സമാധാനമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിനെ അലട്ടുന്ന ഹല്ലേലൂയ കല്ലുപോലെ പതിഞ്ഞിരിക്കുന്ന ആ മനസ്സിന്മേൽ, ആ ഹൃദയത്തിന്മേൽ ഇപ്പോൾ ഒരു സമാധാനം ആഞ്ഞടിക്കട്ടെ. ഹല്ലേലൂയ. സമാധാന പ്രഭുവിൻ്റെ സമാധാനത്താൽ ഈ ജനം നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. വിശ്വസിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ അല്ലെ സമാധാനം അനുഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊരു രോഗിയാണോ? വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാവുക തന്നെ ചെയ്യും. രോഗം എത്ര വലുതോ ചെറുതോ അല്ല, നിങ്ങളുടെ വിശ്വാസം എപ്രകാരമാണ് അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരിൽ ദൈവശക്തി വ്യാപരിക്കുക. ദൈവശക്തി അത് രോഗാത്മാവിനെ നമ്മുടെ ശരീരത്തിൽ നീക്കിക്കളയുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നുവെങ്കിൽ രോഗബന്ധനങ്ങളെ അഴിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നാടുവരെ രോഗിയാക്കി വെച്ചിരുന്ന ആ വിഷയത്തിന്മേൽ, ആ രോഗത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും? അതുകൊണ്ടാണ് 38 വർഷമായി രോഗിയായിരുന്ന വ്യക്തിയുടെ അടുത്തേക്ക് യേശു കർത്താവ് കടന്നു വന്നിട്ട് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആ വ്യക്തി തൻ്റെ വേദനകളെ പറഞ്ഞുവെങ്കിൽ ആ വ്യക്തിയോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. സ്തോത്രം. ഏത് കിടക്കയിൽ കിടന്നോ ആ കിടക്കയെടുത്ത് നടക്കത്തക്ക രീതിയുള്ള ആരോഗ്യത്തെ നൽകി ഹല്ലേലൂയ. ആ വ്യക്തിയോട് പറയുന്നു, കിടക്കയുമായി നീ പോകുക, ഇനി ഈ കിടക്ക ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആ കിടക്കയെ ഓർത്ത് പിന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് ഹല്ലേലൂയ, കിടക്ക ഇവിടെ ഇടണ്ട. നിനക്ക് ഹല്ലേലൂയ ഞാൻ എഴുന്നേറ്റ് നടക്കുവാനുള്ള ശക്തി തന്നിരിക്കുന്നു. ഈ കിടക്ക ചുമന്നു കൊണ്ടുപോകുവാനുള്ള ആരോഗ്യം തന്നിരിക്കുന്നു. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക. കിടക്കയുമായി നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങിപ്പോകുക. സ്തോത്രം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ലാതെ 38 വർഷമായി കിടന്നിരുന്ന വ്യക്തിയുടെ ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ആ വ്യക്തിയുടെ രോഗത്തെ മാറ്റി സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും തൊഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള രോഗമാകട്ടെ, വർഷങ്ങളുടെ പഴക്കമുള്ള വിഷയങ്ങളാകട്ടെ,
അതിന്മേൽ ജയം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവോ? വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവിക വിടുതലുകൾ സംഭവിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരേണ്ടു, നിന്റെ വീട്ടിൽ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭരണി എണ്ണയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ പ്രവാചകനായ എലീശ പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വീട്ടിലേക്ക് പോകുക. ഹല്ലേലൂയ, നിന്റെ അയൽവക്കത്തുകാരോട് എവിടുന്നെല്ലാം പാത്രം വാങ്ങുവാൻ കഴിയുമോ, വലുതെന്നോ ചെറുതെന്നോ ഇല്ല, പാത്രം കുറയരുതേ. വലുതായാലും കൊള്ളാം, ചെറുതായാലും കൊള്ളാം, എത്ര തന്നെ പാത്രങ്ങൾ ശേഖരിക്കാമോ അത്ര തന്നെ പാത്രങ്ങൾ ശേഖരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പാത്രം കുറഞ്ഞു പോകാതെ വണ്ണം നീ ആ പാത്രങ്ങളെ ശേഖരിക്കുക. നിന്റെ കയ്യിലുള്ള ആ എണ്ണയെ ഒന്ന് പകരുക. സ്തോത്രം. ഹല്ലേലൂയ. ആ പാത്രങ്ങളിലേക്ക് പകരുമ്പോൾ ഹല്ലേലൂയ, ഒരു തുള്ളി എണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ അത് നിറഞ്ഞു വരുന്നു, അത് വർദ്ധിച്ചു വരുന്നു. ഹല്ലേലൂയ. അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് ഹല്ലേലൂയ അവിടെ മാറ്റപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ആ നിറവിനാൽ ഈ ദിവസങ്ങൾ നിറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറച്ച് ഒരു പുത്തൻ അഭിഷേകത്താൽ, ഒരു പുത്തൻ ബലത്താൽ ഹല്ലേലൂയ നമ്മുടെ ശരീരമാകുന്ന പാത്രത്തെ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവനകളെയും ചിന്തകളെയും ഒന്ന് വിവേചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെയും പ്രാണൻ്റെയും ആത്മാവിൻ്റെയും സകല കന്മഷത്തെയും പോക്കി ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യത്താൽ നിറയുവാൻ ഒന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഒരു പുത്തൻ പകർച്ച നൽകി തരുവാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്ന് പകരുവാൻ ഹല്ലേലൂയ, അനേകർക്ക് പകർന്ന് കൊടുക്കത്തക്ക നിലയിലൊരു പകർച്ചയാൽ നിറയ്ക്കുവാൻ, അനേക പാത്രങ്ങളെ നിറയ്ക്കത്തക്ക നിലയിലൊരു നിറവിനാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ നാം തള്ളിക്കളയരുത് പ്രിയമുള്ളവരെ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തുള്ളതിനെ നോക്കി നാം ജീവിച്ച് ഈ ലോകത്തിൽ തന്നെ അകപ്പെട്ടു പോകുവാനാണോ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം പറയുന്നത് ഭൂമിയിലുള്ളതിനെ അല്ല, ഉയരത്തിലുള്ളതിനെ തന്നെ അന്വേഷിപ്പീനെന്ന്. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഒരു ദിവസം എത്ര പ്രാവശ്യം ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയ 24 മണിക്കൂറിൽ നാം എത്ര സമയം ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്നു? ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് തികയുന്നില്ല, സമയമില്ലേ എന്നല്ലേ പറയുന്നത്. എന്നാൽ ഇന്ന് നാം നമ്മുടെ കർത്താവുമായ ഒരു ഉടമ്പടി എടുക്കണം, ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാൽ, എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലോ അപ്പാ ഞാൻ അപ്പന് വേണ്ടി നിൽക്കും. സ്തോത്ര. ഒരു മാന്യത നൽകുവാൻ ഹല്ലേലൂയ, ഒരു ശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉയരത്തിലുള്ളതിനെ തരുവാൻ, ഉയരത്തിലുള്ള ശക്തിയാൽ നിറയ്ക്കുവാൻ, ഉയരത്തിലുള്ള നന്മകളാൽ നിറയ്ക്കുവാൻ, ഉയരത്തിലുള്ള സന്തോഷത്താൽ നിറയ്ക്കുവാൻ, ഉയരത്തിലുള്ള സമാധാനത്താൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം പ്രാപിക്കുവാൻ തയ്യാറാകുന്നു. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് ഹല്ലേലൂയ ചെറുതല്ല. ഹല്ലേലൂയ. ആ പദ്ധതികൾ വലുതാണ്. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കായിട്ടാണ്, ഒരു ശുഭഭാവി വരുത്തുവാനാണ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഹല്ലേലൂയ വഴികളെ തുറന്നു നൽകുവാൻ ദൈവം സർവശക്തനാണ്. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഇങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാൽ നാം നിറയപ്പെടണം. ആദ്യ സമയത്ത് 120 പേരുടെ മേൽ പകർന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല, നിന്ന് പോയിട്ടില്ല. അത് ആഗ്രഹിക്കുന്നവരുമേൽ, വാഞ്ചിക്കുന്നവരുമേൽ അതേ ശക്തിയാൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ആ 120 പേരുടെ മേൽ പകർന്ന ആ ശക്തിയാൽ നാമും നിറയുന്നവരായി തീരണം. സ്തോത്രം. അതിനുവേണ്ടി നമ്മെ എന്ത് ചെയ്യണം? ഒന്ന് സമർപ്പിക്കണം. ഭൂമിയിലുള്ള കാര്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുന്നവരായി തീരണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തെ നാം ഒഴിവുള്ളവരായി തീരണം. ശരീരത്തെയും പ്രാണനിലും ആത്മാവിലും വരുന്ന സകല കന്മഷത്തിൽ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി തീരണം. അല്ലെങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നമുക്ക് നിറയുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, സ്തോത്ര. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയണമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കണം, വിശുദ്ധിയുള്ള ജീവിതമായിരിക്കണം. ആ ശുദ്ധിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയില്ല. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീർന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വന്നാൽ ഹല്ലേലൂയ നാം നമ്മെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെതായി തീരും. ഒരു സഹായകനായി, ഒരു തുണയായി, ഒരു കൂട്ടാളിയായി നമ്മോടൊപ്പം കൂടെ ഇരിക്കുന്നവനാണ്. സ്തോത്രം. നമ്മളിലുള്ള ശക്തിയെ നാം തിരിച്ചറിയണം. ഈ ലോകത്തേക്കാൾ
വലിയവനാണ്. സ്തോത്ര. ഈ ലോകത്തിലേക്കാൾ വലിയവനെയാണ് നാം സേവിക്കുന്നത്. അത് നാം മറന്നു പോകരുത്. പലപ്പോഴും ഹല്ലേലൂയ നമ്മളിലുള്ളതിനെ നാം ആരെന്ന് തിരിച്ചറിയാതെ വണ്ണം ഹല്ലേലൂയ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങൾ അകപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ പ്രയാസങ്ങൾ അകപ്പെട്ടു പോകുന്നു. ഈ ദിവസങ്ങൾ നാം ആരെന്ന് തിരിച്ചറിയണം. നമ്മളിലുള്ളവൻ ആരെന്ന് തിരിച്ചറിയണം. ഈ ലോകത്തേക്കാൾ വലിയവനാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഈ ലോകത്തേക്കാൾ വലിയവനെ നാം വഹിച്ച് നടന്നിട്ട് ഒന്നുമില്ല, എൻ്റെ ജീവിതം ശൂന്യമാണ്, എൻ്റെ ജീവിതം പാഴാണ്, ഹല്ലേലൂയ എൻ്റെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെയാണോ നാം പറയേണ്ടത്? അത് നമ്മുടെ തെറ്റല്ലേ? നാം നമ്മുടെ തെറ്റുകളെ വന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ പരിശുദ്ധാത്മാവുമായുള്ള അഭേദ്യബന്ധത്തിലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ നിറവിനാൽ നമ്മെ നിറയ്ക്കും. കൃപമേൽ കൃപ പകർന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു പുത്തൻ ശക്തിയാൽ, ഒരു പുത്തൻ അഭിഷേകത്താൽ നിറച്ചു കൊണ്ട് ഹല്ലേലൂയ ഒരു വലിയ മാന്യത തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു മാന്യതയ്ക്കായിട്ട്, ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട്, ഒരു ഹല്ലേലൂയ മാറ്റപ്പെട്ട ജീവിതത്തിനായിട്ട്? ഇന്ന് വരെ നാം എപ്രകാരം ജീവിച്ചു, നാളെ മുതൽ അപ്രകാരം ജീവിക്കാതെ ഈ വചനം കേൾക്കുന്ന സമയം മുതൽ നമ്മളൊരു മാറ്റമുണ്ടായി ഹല്ലേലൂയ ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് നാം മുന്നേറണം. ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്ന് വരെ മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ ഇന്ന് തൊട്ട് നാം മാറുന്നവരായി തീരണം. അതിനായി നമ്മെ ഒന്ന് ഏൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. 38 വർഷമായി കിടന്ന വ്യക്തി ഹല്ലേലൂയ ആ കിടപ്പിൽ കിടന്ന് അവൻ ചിന്തിച്ചു കാണുക, ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീരുകയാണ്, ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുകയാണ്, എന്നെ സഹായിപ്പാൻ ആരുമില്ല, കുളത്തിൽ എനിക്ക് ഇറങ്ങുവാനുള്ള ശക്തിയില്ല എന്നൊക്കെയും ചിന്തിച്ച് ഹല്ലേലൂയ ഭാരപ്പെട്ടു കാണും ആ വ്യക്തി. എന്നാൽ ഹല്ലേലൂയ ആ 38 വർഷമായി അവിടെ കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞ് ആ വ്യക്തിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് നമ്മൾ ഓരോരുത്തരോട് ഇതാണ് ചോദിക്കുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സൗഖ്യം എവിടേക്കാണ് വേണ്ടത്? നമ്മുടെ ശാരീരിക തലത്തിൽ സൗഖ്യം ആവശ്യമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ മാനസിക തലത്തിൽ സൗഖ്യം ആവശ്യമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൽ സൗഖ്യം ആവശ്യമാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക തലങ്ങളിൽ സൗഖ്യം ആവശ്യമാണ്. തുള്ളൻ വിട്ടിക്കിളി പച്ചപ്പുഴുവെ ഹല്ലേലൂയ വീട്ടിലെ തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ നൽകി തരുവാൻ ഹല്ലേലൂയ വീണ്ടും നൽകി തരുവാൻ, സംവത്സരങ്ങളെ നൽകി തരുവാൻ, വർഷങ്ങളെ നൽകി തരുവാൻ അവൻ സർവശക്തനാണ്. നഷ്ടം എവിടെ സംഭവിച്ചോ ഹല്ലേലൂയ അതിനെ ഇരട്ടിയായി നൽകി തരുവാൻ ദൈവം സർവശക്തനാണ്. നാം സേവിക്കുന്ന ദൈവം കേവലം ഒരു മനുഷ്യനല്ല, ദൈവമാണ്, സർവശക്തനാണ്, സകലത്തെ നിർമ്മിച്ചവനാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്നവനാണ്. അല്ലെങ്കിൽ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ ചിന്തിക്കും ഇതപ്രകാരം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണമെന്ന് നാം നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിന് തക്കതായ പരിഹാരത്തെ നൽകി തരുന്നു. സ്തോത്ര. വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നാം ചിന്തിച്ച് നമ്മുടെ തല പാഴാക്കുമ്പോൾ ഹല്ലേലൂയ ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ ഹല്ലേലൂയ നാം ചിന്തിക്കാത്ത രീതിയിൽ ആ വിഷയത്തിൽ പരിഹാരം തരുന്ന ദൈവം കർത്താവ് എത്ര നല്ലവനാണ് പ്രിയമുള്ളവരെ. ഒന്ന് രുചിച്ച് നോക്കണം. ഹല്ലേലൂയ രുചിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ആ ഹല്ലേലൂയ മാധുര്യത്തെ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ നാം ചായയിൽ ഹല്ലേലൂയ മധുരമിട്ട് കുടിക്കുമ്പോൾ ആ മാധുര്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പോലെ നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ നാം ഒന്ന് രുചിച്ചറിയുന്നവരായി തീരണം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നാം നിറയുമ്പോൾ മാത്രമേ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എത്രയെന്ന് നമുക്കറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ അല്ലെ അത് ഒന്ന് നാം സമർപ്പിക്കുന്നവരായി തീരണം. അല്ലെ ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഈ ലോകത്തിന് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ എന്ത് പ്രയോജനം പ്രിയമുള്ളവരെ? ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഈ ലോകത്തിന് വേണ്ടി മരിച്ചാൽ നമുക്ക് നിത്യത ലഭിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ നാം ഒന്ന് ചിന്തിക്കുക. ഈ പകൽക്കാല നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നാം ഇന്ന് വരെ ജീവിച്ചത് ഈ ലോകത്തിന് വേണ്ടിയാണ്, ഈ ലോകത്തിന് വേണ്ടിയാണ് മരിക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് നിത്യത ലഭിക്കും? ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ നിത്യതയെ നാം നഷ്ടമാക്കരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുക. ഹല്ലേലൂയ നമ്മെ ഒന്ന് ഏൽപ്പിക്കുക. ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുന്ന ആ ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരണം. നമുക്കൊരു പുതിയ പേര് പ്രാപിക്കണം. ഹല്ലേലൂയ ജയിക്കുന്നവനാണ് ഹല്ലേലൂയ ലഭിക്കുന്നത്. നാം ജയിക്കുന്നവരായി തീരണം. ഇന്ന് വരെ പരാജയപ്പെട്ടുവെങ്കിൽ ആ പരാജയത്തെ ജയമാക്കി തീർക്കുവാൻ കഴിവുള്ള കർത്താവിലൊന്ന് ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി
രാത്രികാല നമ്മുടെ പരാജയത്തെ ജയമാക്കി മാറ്റുവാൻ അവൻ സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുവാൻ, നിരാശയെ അല്ലെ പ്രത്യാശയാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, സർവശക്തനായ കർത്താവ്. മാറ്റങ്ങൾ നോക്കണമേ. ദുഃഖത്തെ സന്തോഷമാക്കുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. മനുഷ്യരിലൂടെ നമുക്ക് ദുഃഖത്തിന്മേൽ ദുഃഖമേ വരൂ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്നു. നിരാശയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നത് മാനുഷികമായ രീതിയിൽ നാം നോക്കുമ്പോൾ അത് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ നിരാശയെ പ്രത്യാശയാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. സ്തോത്രം. നാം വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപത്തെ നൃത്തമാക്കുന്നവൻ. ഹല്ലേലൂയ. ഒരിക്കലും സന്തോഷിപ്പാൻ വകയില്ലാത്ത ആ സാഹചര്യമാണോ ഒന്ന് തുള്ളി ചാടത്തക്ക നിലയിൽ, നൃത്തമാക്കത്തക്ക നിലയിലേക്ക് മാറ്റുന്ന ദൈവം. മാറ്റങ്ങൾ എപ്രകാരമാണ് ദൈവികമായി കൊണ്ടുവരുന്നത്? മനുഷ്യരാലുള്ള മാറ്റങ്ങൾക്ക് പരിധിയുണ്ട്. എന്നാൽ ദൈവം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ മാനുഷ്യ മാറ്റങ്ങളെ പോലെ അല്ല. ഹല്ലേലൂയ. നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് മേഖലയിലാണ് ഇന്ന് നമുക്ക് ജയിക്കുവാൻ കഴിയാത്തത്? ഹല്ലേലൂയ. ആ മേഖലയിലേക്ക് ഒരു പകർച്ച നമുക്ക് ആവശ്യമാണ്. ആ എണ്ണ ഹല്ലേലൂയ പാത്രങ്ങളിൽ പകർന്നപ്പോൾ, ഹല്ലേലൂയ, ഒരു തുള്ളി എണ്ണ ഒഴിച്ചപ്പോൾ ഒരു പാത്രം നിറഞ്ഞ് കവിയത്തക്ക നിലയിലേക്ക് കടന്നു വന്നുവെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹല്ലേലൂയ ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് ആ പരിശുദ്ധാത്മാവാകുന്ന ശക്തിയെ നാം ഒന്ന് പ്രാപിക്കുവാൻ തയ്യാറാകുമ്പോൾ നാം വ്യത്യസ്തയായി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർക്ക് ചിലപ്പോൾ നിങ്ങളെ വേണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തിന് വേണം. സ്തോത്രം. ഹല്ലേലൂയ. ആരോടൊക്കെയോ വ്യക്തമായും സ്പഷ്ടമായും സംസാരിക്കുന്നു. ഏറ്റെടുത്താട്ടെ. മനുഷ്യർ നിങ്ങളെ തള്ളിക്കളഞ്ഞെന്നിരിക്കാം, മനുഷ്യർ നിങ്ങളെ നിന്ദിച്ചെന്നിരിക്കാം, എന്നാൽ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഒന്ന് ആ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു പാത്രമുണ്ടാക്കി അത് പൊട്ടിപ്പോയതിന് ശേഷം പിന്നെയും അതിനെ രണ്ടാമത് രൂപവും ഭംഗിയുമുള്ള നല്ലൊരു പാത്രമാക്കി ഹല്ലേലൂയ പണിഞ്ഞെടുക്കുന്നത് പോലെ ദൈവം നമ്മെ പണിഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? നമ്മെ പണിഞ്ഞെടുക്കുവാൻ, ഹല്ലേലൂയ, സുന്ദരമായ മനോഹരമായ രൂപഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ സകല ശുദ്ധികളെയും ഒന്ന് മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഭംഗിയുള്ളതായി പണിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഭംഗിയുള്ള ഒരു പണിക്കായി നമ്മൾ ഇന്ന് ഏൽപ്പിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ പ്രയോജനം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ, പ്ലാനുകൾ അത് നിറവേറണം. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളായി ദൈവിക അധികാരങ്ങളെ നാം ഉപയോഗിക്കുന്നവരായി തീരണം. സ്തോത്രം. മക്കൾക്കാണ് അധികാരങ്ങൾ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ദാസന്മാർക്ക് അധികാരങ്ങളെ കൊടുക്കാറില്ല. ഹല്ലേലൂയ. ആരാണോ ദൈവത്തെ സ്വീകരിച്ചത്, ഹല്ലേലൂയ, അവരെ ദൈവം മക്കളാക്കി തീർക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്വീകരിച്ചവരെ, ദൈവത്തെ ഏറ്റുപറഞ്ഞു, ഹല്ലേലൂയ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തെ അംഗീകരിച്ചവരെ മക്കളാക്കി തീർത്തുവെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, പദവികൾ തന്നിട്ടുണ്ട്. അതിനെ നാം തിരിച്ചറിയണം. സ്തോത്ര. അതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അതിൻ പ്രകാരം നാം മുന്നേറുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക അധികാരങ്ങളാൽ നാം നിറയപ്പെട്ട് പലരെ ഇന്ന് നാം രോഗിയായി ഇരിക്കുന്നുവോ അവർ സൗഖ്യം പ്രാപിച്ച് പലരെയും സൗഖ്യമാക്കുന്നവരായി തീരും. ഇന്ന് നാം ബന്ധനത്തിലായിരിക്കുന്നു, നമ്മുടെ ബന്ധനത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ പലരുടെ ബന്ധനങ്ങളെ പൊട്ടിക്കുന്നവരായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഈ പകൽക്കാലം ഒരു നിറവിൻ്റെ പകൽക്കാലമായി തീരട്ടെ. സകല അടിമത്തങ്ങളും പൊട്ടട്ടെ. ഹല്ലേലൂയ. സകല കടങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. എവിടെയെല്ലാം ശത്രു അവകാശവാദം പറയുന്നോ ആ കടങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ഹല്ലേലൂയ. ശത്രു അവകാശം പറയുന്ന അവകാശവാദങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കുക. ദൈവസന്നിധാനത്തിലേക്ക് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളായിരിക്കുന്ന മുറിയിൽ ഒരു ദൈവസാന്നിധ്യം വരുവാൻ, നിങ്ങളായിരിക്കുന്ന ഇടത്തൊരു ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിച്ചാട്ട്. അപ്പൻ്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണം, അപ്പൻ്റെ സമാധാനത്താൽ എന്നെ നിറയ്ക്കണം, അപ്പൻ്റെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണം, അപ്പൻ്റെ സൗഖ്യത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുവാനൊന്ന് തയ്യാറായാട്ട്. അവിടെ ഒരു ദൈവസാന്നിധ്യം പകരുക തന്നെ ചെയ്യുക.
ഹൃദയത്തിൻ്റെ ചിന്തനകളെയും വിചാരങ്ങളെയും ഭാവനകളെയും അറിയുന്ന ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ആ ദൈവം പ്രവർത്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ സ്തോത്രമപ്പ. നന്ദി കരേറ്റുന്നു നന്ദി കരേറ്റുന്നു നന്ദി കരേറ്റുന്നു. റിഖബാര ഹദ്ദിരിഖബാരബ. നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗികളൊക്കെയും പ്രാർത്ഥിച്ചാട്ടൊരു സൗഖ്യത്തിന് വേണ്ടിയിട്ട്, മാനസികമായ സമാധാനമില്ലാത്തവർ ഇന്ന് തന്നെ ഒന്ന് തൊടണമേ, എനിക്കൊരു ദൈവിക സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ വൈകിയ സമയത്തിനായി സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന ഈ മക്കളെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഈ മക്കളുടെ അവസ്ഥകളെ അങ്ങ് അറിയുന്നല്ലോ. ഇവരെ ശരീരത്തിന്മേൽ, മനസ്സിന്മേൽ, പ്രാണന്മേൽ, ആത്മാവിന്മേൽ അങ്ങയുടെ ഒരു സ്പർശനമുണ്ടാകണമപ്പ. ഇവരുടെ കുടുംബത്തിൽ സ്പർശനമുണ്ടാകണമപ്പ. ഏതെല്ലാം വിഷയങ്ങളിൽ ഭാരം അനുഭവിക്കുന്നു, ആ വിഷയങ്ങളുടെ മേലൊരു ദൈവപ്രവൃത്തിക്കായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പന് സാധ്യമായി ഒന്നുമില്ലല്ലപ്പ. അപ്പൻ്റെ കരസ്പർശ ഈ മക്കളുടെ മേലുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാത്മാവ് യേശുവിന്റെ നാമത്തെ പ്രിയമുള്ളവരെന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. രോഗസൗഖ്യം നിന്റെ മക്കളുടെ അവകാശമാണ്. അവകാശം ഇപ്പോൾ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുപോശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവിക സൗഖ്യത്താൽ നിറയട്ടെ. ശരീരത്തിൽ നിന്ന് ചിലത് മാറിപ്പോകുന്ന പോലെ ഫീൽ ഉണ്ടാകട്ടെ. കല്ല് പറഞ്ഞു പോകുന്ന പോലെ ഫീൽ ഉണ്ടാകട്ടെ. രോഗസൗഖ്യം നടക്കട്ടെ. എന്നേക്കുമായി വിടുതൽ സംഭവിക്കട്ടെ. മാനസികമായ അസ്വസ്ഥമാക്കി മനസ്സിന്മേൽ, ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന സകല ഭാരങ്ങൾ, വലിയൊരു ഭാരം വെച്ചതുപോലെ ആ ഹൃദയത്തിന്മേൽ അനുഭവിക്കുന്ന ആ അനുഭവം ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുന്നു. ദൈവിക സമാധാനത്താൽ ഹൃദയം നിറയപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആത്മീയമായ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ഭൗതിക വിഷയത്തിൽ നന്മകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടപ്പ. കുടുംബമായ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരട്ടെ. കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഫാമിലി പേജിന്റെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്തദാസിയും സഹപ്രവർത്തകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണം. അങ്ങയുടെ മഹത്വം വെളിപ്പെടുമാറാകണം. ദൈവപ്രവൃത്തിക്കായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക ആലോചനകൾ കേട്ടല്ലോ, അത് ഏറ്റെടുത്ത് ഹല്ലേലൂയ അതിൻ പ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സകല അടിമത്തത്തിൽ നിന്ന് ഹല്ലേലൂയ നാം വിടുതൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറഞ്ഞ് ഈ ദിവസങ്ങൾ ജയകരമായി ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.